എല്ലാവർക്കും ഹംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഉണ്ടാക്കാം. എന്താണെന്ന് നോക്കണ്ടേ? ഒരു അടിപൊളി സ്പാനിഷ് ഓംലെറ്റ്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുള്ളത്, വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ്, മുട്ട 4, 1 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, മല്ലിച്ചപ്പ് പുതിന ചെറുതായി അരിഞ്ഞത്, ചീസാണ്. ഇത് നിങ്ങളുടെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് ആണെങ്കിലും ഉപയോഗിക്കാം. കുരുമുളക് പൊടി, ഉപ്പ്, ഓയിൽ. ഇനി നമ്മൾക്ക് മസാല എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ട് നമുക്ക് ഹാഫ് ഫ്രൈ പോലെ നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടണം. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ആദ്യം ഓയിലിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം ചെറിയൊരു രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വേവുന്നതിന് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഏകദേശം മുഴുവനായും ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാനിഷ് ഓംലെറ്റിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള 4 മുട്ടയാണ്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി മസാലക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇന്നും ആവശ്യത്തിനുള്ള മുട്ടയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിന, മല്ലിച്ചപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലകളാണത്. അത് ആ എഗ്ഗിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പൊ ഏകദേശം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കൂട്ടിന്റെ ഹാഫ് പോർഷൻ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. ജസ്റ്റ് അത് പാനിലേക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി അതിലേക്ക് ചീസാണ്. ഇത് നിങ്ങളുടെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് ആണെങ്കിലും ഉപയോഗിക്കും. ഇനി നമുക്ക് ആ ചീസിന്റെ മുകളിൽ ബാക്കിയുള്ള പോർഷൻസ് കൂട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് കവർ ചെയ്യുക. ഇനി ജസ്റ്റ് അതൊന്ന് അടച്ചു വെക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് പാൻ ഒന്ന് അടച്ചു വെക്കുക. ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ ഇട്ട് പോകരുത്, ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. ഒരു 4 to 5 മിനിറ്റ്സ് വരെ എടുക്കും. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 to 3 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, മറക്കരുത്. ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റിയിട്ട് കാണാം. ഇത് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റി യമ്മി ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു റെസിപ്പിയായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.